പ്രത്യക്ഷമായ സ്നേഹം നൽകുക. സ്നേഹം വാക്കുകളല്ല, മറക്കാനാവാത്ത പ്രവർത്തനങ്ങളാണ്. സ്നേഹമുള്ളിടത്ത് ജീവിതമുണ്ട്. ഒരേ ഒരു ജീവിതം മാത്രം, അത് പെട്ടെന്ന് കഴിഞ്ഞു പോകും. സ്നേഹത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ഏറ്റവും വലിയ കൽപ്പനയെ ചെറിയ വാക്കുകളിൽ സംഗ്രഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇതാണ് നമ്മുടെ പൊതുവായ ഉദ്ദേശം. ഓരോ തീരുമാനവും ഇടപെടലും നാം ഈ ലെൻസിലൂടെ കാണണം. സ്നേഹം പരസ്പരം ഉറ്റുനോക്കുന്നതിലല്ല നിറഞ്ഞിരിക്കുന്നത്, മറിച്ച് ഒരേ ദിശയിൽ ഒരുമിച്ച് നോക്കുന്നതിലാണ്. നമുക്ക് ചുറ്റും ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യം നിറവേറ്റാൻ നാം എന്തെങ്കിലും വാഗ്ദാനം ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ശാരീരികമായ ഒരാവശ്യം നിറവേറ്റുമ്പോൾ അത് ആത്മീകമോ വൈകാരികമോ ആയ ഒരാവശ്യം നിറവേറ്റുന്നതിനുള്ള വാതിൽ തുറന്നു വരും. ഒരു സമ്മാനം നൽകുകയോ സംസാരിക്കാൻ ആരെയെങ്കിലും ക്ഷണിക്കുകയോ പ്രോത്സാഹനജനകമായ സന്ദേശം അയക്കുകയോ കത്തെഴുതുകയോ ഭക്ഷണം പങ്കിടാൻ ആരെയെങ്കിലും ക്ഷണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ആരെയെങ്കിലും അറിയിക്കാൻ നിങ്ങളുടെ സമയം ഓഫർ ചെയ്യാൻ നിങ്ങൾ സമയമെടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് അവരുടെ ദിവസത്തെ മികച്ച രീതിയിൽ മാറ്റും. അതിന്റെ ഫലമായി നിങ്ങളുടെ ദിവസവും മാറിയേക്കാം. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.